ഹായ്. ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ചെറിയ പേപ്പർ മാത്രം. എൻ്റെ പേഴ്സിൽ ഒരു 10 രൂപ കോയിൻ മാത്രം, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾ എനിക്ക് ഒന്നും തന്നില്ല, ഒരു ചെറിയ പേന മാത്രം. ഇതൊക്കെ നമുക്ക് ഇംഗ്ലീഷിലും പറയണ്ടേ? അങ്ങനെ പറയുന്നതിന് പറ്റിയ ഒരു ഇംഗ്ലീഷ് എക്സ്പ്രഷനാണ് നത്തിങ് ബട്ട്. നമുക്ക് അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. നത്തിങ് ബട്ട് എന്ന് പറഞ്ഞാൽ അതൊഴികെ വേറൊന്നും ഇല്ലായിരുന്നു എന്ന് പറയില്ലേ നമ്മൾ. നത്തിങ് എക്സെപ്റ്റ് എന്ന ഒരു മീനിങ് ആണതിന്. എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒഴികെ, ഒഴിച്ച് എന്നൊക്കെ. നത്തിങ് ബട്ട് എ പെൻ എന്ന് പറഞ്ഞാൽ ഒരു പെൻ ഒഴികെ വേറൊന്നും ഇല്ല. നത്തിങ് ബട്ട് എ പെൻസിൽ, ഒരു പെൻസിൽ ഒഴിച്ച് വേറൊന്നും ഇല്ല. നത്തിങ് ബട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ച് വേറൊന്നും ഇല്ല, വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒള്ളി എന്ന ഒരു മീനിങ്, മാത്രമേ എന്നുള്ള ഒരു മീനിങ് കൂടി ഉണ്ട്. നമുക്ക് അത് സെൻറ്റൻസിൽ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. നത്തിങ് ബട്ട് കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ ഒരു നൗൺ വരാം. അതിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. There is nothing but happiness in his life. There is nothing but happiness in his life. അവൻ്റെ ജീവിതത്തിൽ ഹാപ്പിനെസ് അല്ലാതെ വേറൊന്നും ഇല്ല. എപ്പോഴും ഹാപ്പിനെസ് മാത്രമേ ഉള്ളൂ എന്നർത്ഥം. നത്തിങ് ബട്ട് എന്ന് കഴിഞ്ഞിട്ട് ഹാപ്പിനെസ് എന്ന ഒരു നൗണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നത്തിങ് ബട്ട് ഹാപ്പിനെസ്. There was nothing but a pen on the table. ആ ടേബിളിൽ ഒരു പെൻ ഒഴികെ വേറൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു പെൻ മാത്രമേ ആ ടേബിളിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നർത്ഥം. നത്തിങ് ബട്ട് എ പെൻ. എ പെൻ എന്നത് നൗണാണ്. വി കുഡ് സീ നത്തിങ് ബട്ട് ഫോഗ്. ഞങ്ങൾക്ക് ഫോഗ് മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. ഫോഗ് എന്നാൽ മൂടൽമഞ്ഞ്, അത് മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ വേറൊന്നും കാണാൻ പറ്റിയില്ല എന്നർത്ഥം. നത്തിങ് ബട്ട് ഫോഗ്. ഫോഗ് നൗണാണ്. ഹീ എയ്റ്റ് നത്തിങ് ബട്ട് ചിക്കൻ. അവൻ ചിക്കൻ ഒഴികെ വേറൊന്നും കഴിച്ചില്ല. അപ്പോൾ അതിനർത്ഥം ചിക്കൻ മാത്രമേ കഴിച്ചുള്ളൂ എന്നാണ്. നത്തിങ് ബട്ട് ചിക്കൻ. ചിക്കൻ നൗൺ. ഷീ ഡ്രാങ്ക് നത്തിങ് ബട്ട് മിൽക്ക്. അവൾ പാൽ മാത്രമേ കുടിച്ചുള്ളൂ, പാലൊഴികെ വേറൊന്നും കുടിച്ചില്ല എന്നർത്ഥം. നത്തിങ് ബട്ട് മിൽക്ക്. മിൽക്ക് നൗൺ. അപ്പോൾ ഈ സെൻറ്റൻസുകളിലെല്ലാം നമ്മൾ ഉപയോഗിച്ചത് നത്തിങ് ബട്ട് കഴിഞ്ഞിട്ട് നൗൺ ആണ്. ഫോഗ്, മിൽക്ക്, ഹാപ്പിനെസ്, ചിക്കൻ, പെൻ, ഇതൊക്കെ നൗൺ ആണ്. നമ്മൾ ഈ സെൻറ്റൻസുകളിലൊക്കെ ഉപയോഗിച്ചത് നൗൺസ് തന്നെയാണ്. ഇനി നമുക്ക് നത്തിങ് ബട്ട് കഴിഞ്ഞിട്ട് വേർബ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഹീ ഡിഡ് നത്തിങ് ബട്ട് ക്രൈ. അവൻ ഒന്നും ചെയ്തില്ല, ബട്ട് ക്രൈ, കരയുക മാത്രമേ ചെയ്തുള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ല. ഹീ ഡിഡ്. ഡിഡ് എന്നത് ഒരു പാസ്റ്റ് ടെൻസ് വേർബാണ്. ഡു എന്നതിൻ്റെ പാസ്റ്റ് ടെൻസാണ് ഡിഡ്. അപ്പോൾ ഹീ ഡിഡ്. പക്ഷേ ക്രൈ എന്നാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വേർബ്. അത് അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ക്രൈ എന്നത് ബേസ് ഫോം ഓഫ് ദ വേർബാണ്, V1 ഫോം ആണ്. ഹീ ഡിഡ് നത്തിങ് ബട്ട് ക്രൈ. അവൻ കരയുക മാത്രമേ ചെയ്തുള്ളൂ, വേറൊന്നും ചെയ്തില്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ നത്തിങ് ബട്ട് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വേർബ് ആണ്. ഹീ ഡസ് നത്തിങ് ബട്ട് പ്ലേ. അവനൊന്നും ചെയ്യാറില്ല, കളിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. കളിക്കുക എന്നത് ഒഴിച്ചാൽ വേറൊന്നും അവൻ ചെയ്യാറില്ല എന്നർത്ഥം. അവിടെയും ഹീ ഡസ് എന്നാണ് ഉപയോഗിച്ചത്. പക്ഷേ പിന്നീട് ഉപയോഗിച്ചത് പ്ലേ എന്നാണ്. അതും വെർബിൻ്റെ ബേസ് ഫോം ആണ്. അപ്പോൾ ഡു, ഡസ്, ഡിഡ് എന്നൊക്കെയാണ് നത്തിങ് ബട്ടിന് മുൻപ് വരുന്നതെങ്കിൽ ഡു, ഡസ്, ഡിഡ്. നത്തിങ് ബട്ട് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് വേർബിൻ്റെ ബേസ് ഫോമാണ്, V1 ഫോം ആണ്. ബേസ് ഫോം എന്ന് പറഞ്ഞാൽ ക്രൈ, പ്ലേ, റൺ, സിങ് എന്നൊക്കെ പറയുന്ന ബേസ് ഫോംസ് അല്ലേ, അതാണ് ഉപയോഗിക്കേണ്ടത്. ഇനി കുറച്ചുകൂടി എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. യു ഡു നത്തിങ് ബട്ട് വർക്ക്. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ വേറൊന്നും ചെയ്യുന്നില്ല, പണി ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. യു ഡു നത്തിങ് ബട്ട് വർക്ക്. ഹീ ഡസ് നത്തിങ് ബട്ട് വാച്ച് TV. അവൻ വേറൊന്നും ചെയ്യാറില്ല,
ടി വി വാച്ച് ചെയ്യുക മാത്രമേ ചെയ്യാറുള്ളൂ. അവിടെയും വാച്ച് ബേസ് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഓർമ്മ വയ്ക്കുക. ഡു, ഡസ്, ഡിഡ് ഒക്കെയാണ് നത്തിങ് ബട്ടിന് മുൻപ് വരുന്നതെങ്കിൽ നത്തിങ് ബട്ട് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് വേർബിൻ്റെ ബേസ് ഫോം ആണ്. ദേ എൻജോയ്ഡ് നത്തിങ് ബട്ട് വാച്ചിങ് ക്രിക്കറ്റ്. എൻജോയ് എന്ന വേർബ് കഴിഞ്ഞാൽ ജെറണ്ടാണ് ഉപയോഗിക്കേണ്ടത്, ING ഫോം. അപ്പോൾ അതുകൊണ്ടാണ് വാച്ചിങ് ക്രിക്കറ്റ് എന്ന് പറയുന്നത്. എൻജോയ് അതുപോലെയുള്ള വേറെ ചില വേർബ്സും ഉണ്ട്. എൻജോയ് അതുപോലെ തന്നെ വേറെ കുറേ വെർബുകൾ ജെറണ്ട് മാത്രം, അത് ഫോളോ ചെയ്ത് ജെറണ്ട് മാത്രമേ വരുള്ളൂ എന്നുണ്ട്. അപ്പോൾ അത്തരം വെർബുകളാണെങ്കിൽ നമുക്ക് ING ഫോം ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ദേ എൻജോയ്ഡ് നത്തിങ് ബട്ട് വാച്ചിങ് ക്രിക്കറ്റ്. അവർ ക്രിക്കറ്റ് വാച്ച് ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ, വേറൊന്നും എൻജോയ് ചെയ്യില്ല. വേറൊരു എക്സാമ്പിൾ, ദേ വാണ്ടഡ് നത്തിങ് ബട്ട് ടു പ്ലേ. ഇവിടെ ടു പ്ലേ ആണ് ഉപയോഗിച്ചത്. കാരണം എന്താ? ദേ വാണ്ടഡ് എന്നാണ്. നമ്മൾ പറയില്ലേ ദേ വാണ്ടഡ് ടു പ്ലേ, ദേ വാണ്ടഡ് ടു റൺ. അവർക്ക് കളിക്കാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഓടാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയില്ലേ. ഇവിടെ ദേ വാണ്ടഡ് ടു പ്ലേ ആണ്. ആ നത്തിങ് ബട്ട് എന്നുള്ള ഒരു എക്സ്പ്രഷൻ മാറ്റി നിർത്തി നോക്കുക. ദേ വാണ്ടഡ് പ്ലേ എന്ന് നമ്മൾ പറയില്ലല്ലോ. അതുപോലെ ദേ വാണ്ടഡ് പ്ലേയിങ് എന്ന് പറയില്ല. അപ്പോൾ ദേ വാണ്ടഡ് ടു പ്ലേ എന്നല്ലേ പറയുക. അതുകൊണ്ട് ദേ വാണ്ടഡ് നത്തിങ് ബട്ട് ടു പ്ലേ എന്നാണ് ഉപയോഗിക്കേണ്ടത്. കാരണം വാണ്ടഡ് എന്ന ഒരു വേർബ് ആണ് അവിടെ. അതുകൊണ്ട് ദേ വാണ്ടഡ് നത്തിങ് ബട്ട് ടു പ്ലേ. നത്തിങ് ബട്ട് ഒരു അഡ്ജക്റ്റീവിൻ്റെ കൂടെ ഉപയോഗിക്കാം. അതിന് നമുക്ക് 2 എക്സാമ്പിൾസ് നോക്കാം. ഐ വാണ്ട് നത്തിങ് ബട്ട് ഗുഡ് തിങ്സ്. ഗുഡ് എന്നത് ഒരു അഡ്ജക്റ്റീവാണ്. എനിക്ക് വേറൊന്നും ആവശ്യമില്ല, നല്ല കാര്യങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ്. ഐ വാണ്ട് നത്തിങ് ബട്ട് ഗുഡ് തിങ്സ്. ദേ വാണ്ട് നത്തിങ് ബട്ട് ഓണസ്റ്റ് വർക്ക്. സത്യസന്ധമായ വർക്ക് മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. അവിടെയും ഓണസ്റ്റ് എന്ന ഒരു അഡ്ജക്റ്റീവ് ഉപയോഗിച്ചു. അപ്പോൾ നത്തിങ് ബട്ട് എന്ന ഒരു എക്സ്പ്രഷൻ്റെ ഒപ്പം നമുക്ക് നൗൺ ഉപയോഗിക്കാം, വേർബ് ഉപയോഗിക്കാം, അഡ്ജക്റ്റീവ് ഉപയോഗിക്കാം. അപ്പോൾ നത്തിങ് ബട്ട് എന്ന ഒരു എക്സ്പ്രഷനെ പറ്റി മനസ്സിലായില്ലേ?